ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചേനയും അതേപോലെ വാഴയ്ക്കയും കൊണ്ടുള്ള ഒരു ഉടച്ചുകറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചോറിനൊപ്പം കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ചെറിയൊരു കഷ്ണം ചേനയും അതേപോലെ 2 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. എന്നിട്ട് വേവിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കുക്കറിലാകുമ്പോൾ വെള്ളം വെക്കുമ്പോൾ അത് നികരെ വെള്ളം വെച്ചാൽ മതി. ഇപ്പോൾ കൂടുതൽ വെള്ളമാണെങ്കിൽ അത് തെറിക്കുകയും ചെയ്യും, കുറച്ച് വെള്ളമാണെങ്കിൽ അത് അടിക്ക് കരിഞ്ഞു പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് കഷ്ണങ്ങൾ നികരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് കുറച്ച് വേവുള്ള ചേന ആയതുകൊണ്ട് ഞാൻ ഒരു 6-7 വിസിൽ വരെ ഞാൻ അടുപ്പിച്ചു. അതിനുശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇപ്പം ഏകദേശം ചേന നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ചേന ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല, കാരണം കുറച്ച് വേവുള്ള ചേനയാണ്, അതുകൊണ്ട് ഇത്രയും ഇത് ഉടഞ്ഞു വന്നോളൂ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഒരു 2 കൈപ്പിടി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും അതേപോലെ പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും ഇതേപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഞരണ്ടി മിക്സ് ചെയ്യണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം, പക്ഷേ കൈ കൊണ്ട് ഞരണ്ടുമ്പം തേങ്ങയുടെ പാലൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കറിക്ക് നല്ലൊരു സ്വാദുണ്ടാവും. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഞരണ്ടി വെച്ചതിന് ശേഷം നമുക്കിനി കടുക് താളിക്കാൻ എടുക്കാം. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് നമുക്ക് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി ഉഴുന്നെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഞരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ പാത്രം മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തട്ടിയിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ടല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ ആകത്തക്ക രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് തേങ്ങ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ ഷെയ്ഡിലായിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചേനയും അതേപോലെ അരപ്പും നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 1-2 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ചൊന്ന് ആവി കയറ്റാം. അപ്പോൾ ആവി കയറി കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാനെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്. അപ്പോൾ ഓക്കെ, താങ്ക് യു.